സച്ചിൻദാസ് മാത്സ് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ +2 റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. +2 റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്കറിയുന്ന കാര്യമാണ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് വരുന്നുണ്ട്. ടൈപ്പ് ഓഫ് ഫങ്ഷൻസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാനുള്ളത് എന്താണ് ഓൺ ടു, എന്താണ് 1 1, എന്താണ് മെനി 1. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡെഫിനേഷൻ 5 എന്ത് പറയുന്നത്, 1 1 എന്താ? ഈ 1 1നെ തന്നെ നമുക്ക് എന്തും പറയാം, ഇൻജെക്റ്റീവ് എന്നും പറയാം. ഇതെന്താണെന്ന് നമുക്ക് പഠിക്കാം. എ ഫങ്ഷൻ എഫ് സച്ച് ദാറ്റ് x to y ഈസ് ഡിഫൈൻഡ് ടു ബി 1 1. ഒരു ഫങ്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്ക് പോകുന്ന മാപ്പ് ചെയ്യുന്ന ഒരു ഫങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫങ്ഷനെ നമുക്ക് എന്തു പറയണം, 1 1 ആണെന്ന് പറയണം. ആ ഫങ്ഷനെ ഞാൻ എന്ത് വിളിക്കണം, 1 1 ഫങ്ഷൻ. ആ ഫങ്ഷൻ 1 1 ആണ് കേട്ടോ, നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം, നമുക്ക് എന്താ പറയേണ്ടത്, ഒരു ഡെഫിനീഷൻ അറിയണം. എങ്ങനെയാണ് ഒരു ഫങ്ഷനെ 1 1 ആണെന്ന് പറയുക നമുക്കറിയണ്ടേ? പഠിക്കാം. അപ്പോൾ ഇമേജ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ് ഓഫ് എക്സ് അണ്ടർ എഫ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. നമുക്ക് എന്ത് കിട്ടണം, ഒരു ഫങ്ഷൻ 1 1 ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ടാവണം, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് വേണം. ഓക്കെ, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് വേണം എന്ന് വെച്ചാൽ എന്താ, എല്ലാവർക്കും എക്സിലെ എല്ലാവർക്കും എന്തുണ്ടാവണം, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടായിരിക്കണം അല്ലേ? ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടായിരിക്കണം. ഓക്കെ, എക്സിൽ നിന്ന് ഒരു ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിലേക്ക് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടായിരിക്കണം. വ്യത്യസ്ത എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ x1 എടുത്താൽ അടുത്തത് എന്ത് വേണം, x2 ആവണം, x3 ആവണം. എല്ലായിടത്തുനിന്നും എവിടേക്ക് ഒരു ഇമേജ് വേണം, വൈയിലത്തെ എല്ലാവർക്കും ഒരു ഇമേജ് വേണം, ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് വേണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് 1 1 ആണെന്ന് പറയാം. ഇനി 1 1 അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ മെനി 1 എന്ന് പറയാം. ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഇല്ല, എല്ലാവർക്കും എന്തില്ല, ഒരു ഇമേജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, മെനി 1 എന്ന് പറയാം. ഓക്കെ, ഇനി എന്താ അടുത്തത് പറയുന്നത്, എന്താണ് ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താ? ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് അറിയാം എല്ലാവർക്കും എന്തുണ്ട്, ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജിനെ തിരിച്ച് വൈയിൽ നിന്ന്, ഇപ്പോൾ വൈയിലേക്കല്ലേ നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഒരു ഇമേജ് പോകുന്നത് അല്ലേ? ആ വൈയിലത്തെ എല്ലാ എലമെൻസിനും എന്തുണ്ടാവണം, ഒരു പ്രീ ഇമേജ് ഉണ്ടാവണം. വൈയിലത്തെ ഇപ്പോൾ എക്സിൽ നിന്ന് വൈയിലേക്ക് പോയിന്നുണ്ടെങ്കിൽ ആ വൈയിലത്തെ എല്ലാ എലമെൻസിനും എന്ത് വേണം, ഇപ്പോൾ എക്സിൽ നിന്ന് വൈക്ക് പോയാൽ വൈയിലത്തെ എല്ലാ എലമെൻസിനും എന്ത് വേണം, ഒരു പ്രീ ഇമേജ് വേണം. അപ്പോൾ ഇഫ് എവരി എലമെൻറ്റ് ഓഫ് വൈ ഈസ് ഇമേജ് ഓഫ് സം എലമെൻറ്റ് ഓഫ് എക്സ്, എല്ലാ എലമെൻറ്റ്സ് വൈയിലത്തെ എല്ലാ എലമെൻസിനും സം എലമെൻറ്റ്സ്, എക്സിലത്തെ കുറച്ച് എലമെൻസിന്, എത്ര എലമെൻറ്റ്സ് എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. എക്സിലത്തെ എലമെൻസിന് എന്ത് വേണം, എക്സിലത്തെ എലമെൻറ്റുമായിട്ട് ഒരു പ്രീ ഇമേജ് ഉണ്ടാവണം. ഇത് ഇമേജ് അല്ല, പ്രീ ഇമേജാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇമേജ് പോകുന്നുണ്ടാവും, ഒരു പ്രീ ഇമേജ് കൂടി വേണം. വൈയിൽ ആർക്കും എന്തുണ്ടാവാൻ പാടില്ല, ഒഴിഞ്ഞെടുക്കാൻ പാടില്ല. എല്ലാവർക്കും എന്തുണ്ട്, ഒരു ഇമേജും പ്രീ ഇമേജും ഉണ്ടായാൽ മതി. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി കാര്യത്തേക്ക് വരാം. ഇനി ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇതിലും കൂടി പറയാം. 1 1 എന്താണെന്നുള്ളത് നമുക്ക് വേറെ ഇതിൽ പറയാം. ഇപ്പോൾ എക്സിൽ നിന്ന് x1ഉം x2 എന്ന് പറയുന്ന 2 എലമെൻറ്റ്സ് എടുത്തു. നമുക്ക് ഫംഗ്ഷൻ മാത്രമേ തരുന്നുള്ളൂ, ഫംഗ്ഷൻ മാത്രം തരുവാണ്, എലമെൻറ്റ്സ് ഒന്നും നമുക്ക് അറിയത്തില്ല. നമുക്ക് എങ്ങനെ ചെയ്യാം, ഫംഗ്ഷൻ മാത്രം തന്നാലും നമുക്ക് ഇത് 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ x1 x2 എടുക്കുകയെന്ന് വിചാരിക്കുക, എവിടെ നിന്ന്, എക്സ് എന്ന് പറയുന്ന ഡൊമൈന്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എഴുതാൻ പറ്റണം. ഇതിനെ നമുക്ക് എന്താക്കി മാറ്റണം, x1 ഈക്വൽ ടു x2 ആയിട്ട് എഴുതാൻ പറ്റണം. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറയണം. x1 ഈക്വൽ ടു x2 എന്ന് കാണിക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറയാം, 1 1 ആണെന്ന് പറയാം വേറെ രീതിയിൽ. ഓക്കെ, മനസ്സിലായി? ഇനി അടുത്തത് ഇതിൽ വൈയിൽ നിന്ന് ഒരു വൈ എടുക്കാം. ഈ വൈ നമുക്ക് എന്തിനോട് ഈക്വലാണ്, എഫ് ഓഫ് എക്സിനോട് ഈക്വലാണെന്ന് കാണിക്കാൻ പറ്റണം. എക്സ് ആദ്യം കണ്ടുപിടിക്കണം,
ഓക്കെ, എന്നിട്ട് ആ എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആണെന്ന് കാണിക്കാൻ പറ്റിയ ഇതെന്ത് തന്നെയാണ് ഓൺ ടു ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിലൂടെ പെട്ടെന്ന് മനസ്സിലാവും. എക്സാമ്പിളിലൂടെ പറയാം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ നോക്കാം. 1 എന്തിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്? എയിലേക്ക്. 2 എന്തിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്? ബിയിലേക്ക്. 3ൽ നിന്ന് എവിടേക്ക് ഇമേജ് ഉണ്ട്? ഡിയിലേക്ക്. 4ൽ നിന്ന് ഒരു മാപ്പ് ചെയ്യുന്ന എവിടേക്കാണ്? സിയിലേക്ക്. അപ്പോൾ എല്ലാ എലമെൻസും ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ്, എക്സിലെ എല്ലാ എലമെൻസിനും എന്തുണ്ട്? ഒരു ഇമേജ് ഉണ്ട് അല്ലേ? എക്സിലെ എല്ലാ എലമെൻസിനും എന്തുണ്ട്? ഒരു ഇമേജ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് 1 1 ആണ്. ഒരു ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിലേക്ക് എന്തുണ്ട്? ഇമേജ് ഇല്ലേ അല്ലേ? ഇപ്പോൾ 1 പോകുന്നത് എയിലേക്കാണ്, 2 പോകുന്നത് ബിയിലേക്ക്, 3 ഡിയിലേക്ക്, 4 സിയിലേക്ക്. അപ്പോൾ എല്ലാം എന്തുതന്നെയാണ്? ഒരു ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആണ്, വ്യത്യസ്ത എലമെൻറ്റ്സ് ആണ്. ഒരേ എലമെൻസിക്ക് എന്ത് പോയിട്ടില്ല? ഇമേജ് പോയിട്ടില്ല. എല്ലാവരും വ്യത്യസ്തരാണ് അല്ലേ? ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് 1 1 ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു 1 1 ആണെന്ന് മനസ്സിലായി. ഓക്കെ, അടുത്ത് നോക്കാം. 1 ബിയിലേക്കും 2 ബിയിലേക്കും 3 സിയിലേക്കും 4 ഡിയിലേക്കും മാപ്പ് ചെയ്യുന്നുണ്ട്. 1 ബിയിലേക്കും 2 ബിയിലേക്കും പോകുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? 1ൻ്റെ ഇമേജ് ബിയിലേക്കാണ്, 2ൻ്റെ ഇമേജ് ബിയിലേക്കാണ്. അതുകൊണ്ട് ഇത് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ആണോ കിട്ടിയത്? അല്ല, ഒരു ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിക്ക് അല്ല ഇമേജ് പോയത്. അതുകൊണ്ട് ഇതെന്തല്ല? 1 1 അല്ല അല്ലേ? 1 ബിയിലേക്ക് തന്നെ, 2 ബിയിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സിത്തെ 2 എലമെൻറ്റിനും എന്താണ്? ഒരു എലമെൻറ്റിലേക്കാണ് ഇമേജ് പോയത്. ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിലേക്ക് പോയില്ല. പക്ഷേ 3 സിക്കും 4 ഡിയിലേക്കും പോയി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3യും 4ൻ്റെ കേസിൽ പറയുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിലേക്കൊക്കെ പോയി. പക്ഷേ 1ലും 2ൽ നിന്നും എവിടേക്കാണ് പോയേ? ബിയിലേക്കാണ് പോയേ അല്ല? വ്യത്യസ്ത എലമെൻസിലേക്കാണോ പോയത്? അല്ല. ഓക്കെ, അടുത്തത് അതേപോലെ. അപ്പോൾ ഇത് എന്തല്ല? 1 1 അല്ല. 1 1 അല്ലെങ്കിൽ എന്താണ്? മെനി 1 ആണ്. അടുത്തത് 1 എയിലേക്കും 2 എയിലേക്കും. നമ്മൾ നേരത്തെ അതേപോലെ തന്നെ സെയിം അല്ലേ? ഒരു മാറ്റവും 1 എയിലേക്ക് 2 എയിലേക്ക് പോകുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് മെനി 1 ആണ്, 1 1 അല്ല. ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിലേക്ക് ഇമേജ് പോയിട്ടില്ല അല്ലേ? ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് എലമെൻസിന് ഇമേജ് വേണം. അപ്പോൾ അതായിട്ടില്ല അല്ലേ? 1 എയിലേക്കും 2. അപ്പോൾ 1ൽ നിന്നും 2ലേക്കും എവിടേക്കാണ് ഇമേജ് പോയിരിക്കുന്നത്? എയിലേക്കാണ് ഇമേജ് പോയിരിക്കുന്നത്. ഇനി ഇതൊക്കെ ഓൺ ടു ആണോ നോക്കണ്ടേ? ഓൺ ടു ആണോ നോക്കാം. ഈ കണ്ടീഷൻ ഓൺ ടു ആണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ ഇത്ര മാത്രം പറഞ്ഞാൽ മതി. എന്താണ്? ഇപ്പോൾ എക്സിലത്തെ x2ത്തെ എല്ലാ എലമെൻസിനും എന്ത് വേണം? x2ത്തെ എല്ലാ എലമെൻസിനും ഒരു പ്രീ ഇമേജ് ഉണ്ടോ നോക്കിയാൽ മതി. പ്രീ ഇമേജ് ഉണ്ടോ? ഇക്കും എഫിനും ഇമേജ് പോലും ഇല്ല. പ്രീ ഇമേജ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഇയും എഫ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ഇതെന്തല്ല? ഓൺ ടു അല്ല. ഓക്കെ, അടുത്തത്. ഇനി ഇതിനുണ്ടോ നോക്കിയേ? എയ്ക്കും ഇക്കും എഫിനും എന്തില്ല? ഒരു പ്രീ ഇമേജില്ല, ഇമേജ് പോലും ഇല്ല. അപ്പം നമുക്ക് പ്രീ ഇമേജും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എയ്ക്കും ഇക്കും എഫിനും ഒരു പ്രീ ഇമേജ് ഇല്ല എന്നുള്ളത് പറയാം. അതുകൊണ്ട് ഇതെന്തല്ല? ഓൺ ടു അല്ല. ഇനി അടുത്തത് എയും ബിയും സിയും ഉണ്ട്. എയും ബിയും സിക്കും എന്തുണ്ട്? പ്രീ ഇമേജ് ഉണ്ട് അല്ലേ? എ 1ലേക്കും എയിൽ നിന്ന് 2ലേക്കും പോകുന്നുണ്ട്. അപ്പം അങ്ങനെ പ്രീ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് ഓൺ ടു ആണ്. മൂന്നാമത്തെ ഓൺ ടു ആണ്. അടുത്തത് എ ബി സി ഡി ഉണ്ട്. എ ബി സി ഡി ഉണ്ട്. അതിന് മുമ്പ് ഇത് 1 1 ആണോ ഓൺ ടു ആണോ മെയ് 1 ആണോ എന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ ആദ്യം 1 1 ആണെന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്യാം. ഓൺ ടു ആണെന്ന് ആദ്യം മനസ്സിലാവുന്നുണ്ട് അല്ലേ? എല്ലാ എലമെൻസിനും എന്തുണ്ട്? ഒരു പ്രീ ഇമേജ് ഉണ്ട്. ഇനി ഇത് അതേപോലെ തന്നെ ഓൺ ടു 1 1 ആണോ നോക്കാം. 1 എ ബിക്കും 2 3 സിക്കും 3 എക്കും 4 ഡിക്കും. അങ്ങനെ അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിക്ക് ഒരു ഇമേജ് പോകുന്നുണ്ട് അല്ലേ? എക്സിൽ നിന്ന് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിക്ക് ഇമേജ് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? ഓൺ ടു ആണ്, 1 1 ആണ് എന്ന് നമുക്ക് പറയാം. മെനി 1 അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എക്സാമ്പിൾ പഠിച്ചു വയ്ക്കാം. ഇനി അതുപോലെ ഒരു ഡെഫിനേഷൻ പറയാം. ഇത്രയേ ഉള്ളൂ. എ ഫങ്ഷൻ എഫ് സച്ച് ദാറ്റ് x to y
x2 ഫയലിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് 1 1 ആണ്, ഓൺ 2 ആണ്. ഇപ്പോൾ നമ്മൾ ഈ നാലാമത്തെ എന്ത് തന്നെയാണ്, 1 1 ആണ്, ഓൺ 2 ആണ്. അങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ x2 നമുക്കിത് ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം, അതിനെ ബൈജക്റ്റീവ് എന്ന് വിളിക്കാം. ഇൻജക്റ്റീവ് ആണ്, സബ്ജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെന്ത് വിളിക്കാം, ബൈജക്റ്റീവ് എന്ന് വിളിക്കാം. അപ്പോൾ എഫ് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ 2. അത്ര കാര്യം തന്നെ പറയാനുള്ളൂ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്യാം, അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും കുറച്ച് പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാം. അപ്പോൾ ബൈ.